യാഥാർത്ഥ്യങ്ങളെ പറ്റി പെട്ടെന്ന് ചുരുക്കി പറയാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗൂഗിൾ ബാർഡിനെ പറ്റിയും ഓപ്പൺ എ ഐ എന്ന സ്ഥാപനം നിർമ്മിച്ച ChatGPT പറ്റിയാണ്. ഇതെല്ലാം അമേരിക്കൻ സ്ഥാപനങ്ങളാണ്. പ്രത്യേക സ്ഥാപനങ്ങൾ അവർക്ക് വേണ്ട രീതിയിൽ അവർ പ്രത്യയ ശാസ്ത്രങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ട് അവർ എ ഐ മോഡലുകൾ ഉണ്ടാക്കുന്നു. സാറ് പറഞ്ഞ പോലെ ഇത് എ ഐ മോഡലുകൾ നിർമ്മിക്കാൻ ഒരുപാട് കമ്പ്യൂട്ടേഷണൽ പവർ, എണ്ണിയാൽ തീരാത്ത അത്ര ധനം ഇതൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മളെല്ലാം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഒരു ChatGPTയോട് ഒരു കവിത എഴുതാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ ആ ലാർജ് ലാംഗ്വേജ് മോഡലിൽ നിന്ന് വരുന്നത് മാത്രമല്ല, ആ ChatGPT നിർമ്മിച്ച ഓപ്പൺ എ ഐ എന്ന് പറഞ്ഞ സ്ഥാപനം അത് ഫൈൻ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന രീതികളിലാണ്. ഇന്ന തരത്തിലുള്ള കവിതകൾ എഴുതരുത്, ഈ വിഷയങ്ങളെ പറ്റി സംസാരിക്കരുത്, പ്രതിപാദിക്കരുത് എന്നൊക്കെ അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം വരും കാലങ്ങളിൽ ആര് നിർമ്മിക്കുന്ന എ ഐ മോഡലുകളാണ് മനുഷ്യർ ഉപയോഗിക്കാൻ പോകുന്നത്, ആ നിർമ്മാതാക്കൾ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, അവരുടെ ഉദ്ദേശങ്ങൾ എന്താണ്, ദുരുദ്ദേശങ്ങൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരുപാട് ചിന്തിക്കണം. ഇന്ന് നമ്മൾ കഥ, കവിത എന്ന് പറയുന്നു, പക്ഷേ അതിലുപരിയായിട്ട് ഇത് എല്ലാ മേഖലകളിലും ഉപയോഗിക്കപ്പെടാൻ പോകുന്ന സംഭവങ്ങളാണ്. അപ്പം എനിക്ക് എ ഐ അല്ല പേടി, മനുഷ്യരെയാണ് പേടി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യരാണ്. ഇപ്പോൾ ഉപാധികൾ എന്ന രീതിയിൽ ഉപയോഗിച്ചിട്ട്, എ ഐ മോഡലുകൾ ഉപയോഗിച്ചിട്ട് നാളെയും മനുഷ്യർ തന്നെ ആയിരിക്കും ഒരു പരിധി വരെ. പക്ഷെ ആര് നിർമ്മിക്കുന്നു, എന്തിനു നിർമ്മിക്കുന്നു, ആര് ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഇതെല്ലാം പുറത്തു വിടുന്നു എന്നതും വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു വിഷയമാണ്.